ശബരിമലയിൽ ഇരിക്കുന്ന ചാത്തനാന്നാണോ നിങ്ങൾ പറയുന്നത്? അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു ഇത് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. ഈ ശബരിമലയിൽ എന്ന് വെച്ചാൽ ആദിവാസികളുടെ മൂർത്തിയാണ്, അത് ശാസ്താവാണ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ പന്തളം കൊട്ടാരവും കാര്യങ്ങളൊക്കെ വന്നത്. ചാത്തനാണ് അവിടെ ഇരിക്കുന്നത്. പടയോട്ടക്കാരനില്ല, ആ സമയത്ത് ആദിവാസികളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനം. പിടിച്ചെടുത്ത് ഇവർ പന്തളം കൊട്ടാരം പറയണത് ഞങ്ങളുടെ ഏതാണെന്ന് അവർ ബോധ്യപ്പെടുത്തി. ഇതുങ്ങളൊക്കെ ചോദിക്കാൻ ചെന്ന ആദിവാസികളെയൊക്കെ കൊന്നുകളയും. ശബരിമലയിലെ നെയ്യ് അനാവശ്യമായി അവർ മറച്ചു വെക്കാണ്, അവിടുത്തെ ദേവസ്വം കച്ചവടക്കാരാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? ക്ഷേത്രതന്ത്രിമാർ തൊട്ട് അതിനെ അടിച്ചു കൊന്ന ആള് വരെ കട്ടും പൊടിഞ്ഞ് നശിപ്പിച്ച് വെച്ചിരിക്കുക ശബരിമല. നെയ്യ് ക്രമക്കേടുണ്ടവിടെ. നെയ്യ് ശരിക്കും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ നെയ്യ് പുറത്ത് വിൽക്കേണ്ട കാര്യങ്ങളോ ഇല്ല. വേണ്ട, അവിടെ അടിക്കുന്ന ഒരു തേങ്ങ വരെ വിൽക്കുകയാണ് അവിടെ, അറിയോ? ശബരിമലയിൽ അപ്പം നടക്കുന്ന മുഴുവൻ തട്ടിപ്പാണോ? കൊള്ള തട്ടിപ്പ്. ദേവസ്വമാണോ സർക്കാരാണോ പറ്റിക്കുന്നത്? രണ്ടുപേരും കൂട്ടി തീർന്നല്ലേ ഈ ഗുരുവായൂർ ദേവസ്വത്തിന് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ആട്ടിയത്തല്ല. ആട്ടിയത്തെന്ന് വെച്ചാൽ ആട്ടിയത്തെന്ന് പറഞ്ഞാൽ അവർ വലിയ ആൾക്കാരാണല്ലോ. സാധാരണ ആൾക്കാർക്ക് ഒരു വിലയും കൊടുക്കാത്ത സ്ഥലം. കടമറ്റത്ത് ചാത്തനായിരിക്കണം. കടമറ്റം പള്ളിയിൽ കടമറ്റത്ത് ചാത്തസേവയായിരുന്നു. സാത്താസേവല്ല, ചാത്തസേവ. അപ്പൊ കടമുറ്റത്ത്, എറണാകുളം കടമുറ്റത്ത് പള്ളിയിൽ ഇപ്പോഴും ചാത്തൻ സേവ ഉണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഞാനവിടെ പോകാതല്ലേ, ഒരു വലിയ നാളൊന്നും ആയിട്ടില്ല അങ്ങോട്ട്. നേരത്തെ നിങ്ങൾ അനുമോളുടെ കാര്യം പറഞ്ഞു. അനുമോള് ഒരു പാവയില് എനർജി ഇതാക്കിയിട്ടാണ് ആ വീട്ടിൽ പിടിച്ചിരുന്നതെന്നും വിന്നർ ആയതെന്നും പറഞ്ഞു. ഇതിന് മുന്നിൽ അഖിൽമാരാർ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ജയിച്ചത് അതുവഴി തന്നെയാണോ? ആ സ്റ്റേജ് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. അവനും ശരിക്കും പെരുങ്ങോട്ടുമനയിലൊക്കെ പരസ്യം ചെയ്യണവനല്ല, ബൂസ്റ്റ് ചെയ്യണം. അപ്പൊ അതും അങ്ങനത്തെ ഒരു ജയമായിരുന്നു. അവൻ്റെ സ്റ്റേജ് അത് 5-6 സ്റ്റേജിലല്ല. ഞാൻ ആ സ്റ്റേജ് കണ്ടിട്ടില്ല. പക്ഷെ അവനൊക്കെ ശരിക്കും സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലൊക്കെ ഉള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ ഉള്ളതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ വിശ്വാസം. അതായത് അവർ വ്യക്തിപരമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്ന കാര്യങ്ങളിൽ ചില വിശ്വാസം ഇല്ലാത്തതായിട്ടുള്ള ചിന്താഗതികൾക്ക് അവരെ നമുക്ക് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് നേർക്കാഴ്ചയിലൂടെ ഞാൻ കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ടല്ലേ ഞാൻ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾക്ക് വിശ്വാസം ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ നേരത്തെ അനുമോളുടെ കാര്യം പറഞ്ഞു. അപ്പൊ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമായിരിക്കും. അത് നിങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞിരിക്കുന്നത് അനുമോളുടെ വിഷയം തുടങ്ങിയതല്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് ബിഗ് ബോസിനകത്ത് സാത്താസേവ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് സാത്താസേവ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഒരു വീഡിയോയുടെ അകത്ത്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. അതിനകത്ത് ഇത്രയും വൈകൃതപരമായിട്ട് ആളുകൾ പെരുമാറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടാകും. അതായത് നെഗറ്റീവ് എനർജി ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതിനകത്തുള്ള കമൻറ്റ് ഇപ്പോഴും 2 ലക്ഷം 3 ലക്ഷത്തിനടുത്തായി കിടക്കുക, ഓടിക്കൊണ്ടിരിക്കുകയാണ്. അരമണിക്കൂറുള്ള വീഡിയോ 3 ലക്ഷത്തിന് മേളിലായി കിടക്കുക. എന്തുകൊണ്ട് അത്ര ആകണം? അതെന്തുകൊണ്ട്? അതിനുള്ള നല്ല നല്ല കമൻറ്റുകളാണല്ലോ വരുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് അതിനകത്തില്ലല്ലോ. എനിക്കറിയില്ല, ഞാൻ കമൻറ്റ് വായിച്ചിട്ടില്ല. ഞാൻ കമൻറ്റ് വായിക്കാറുണ്ടായിരുന്നു, ഇപ്പം കമൻറ്റ് വായിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളുടെ പാവയുടെ കാര്യം പറഞ്ഞ് ട്രോളാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ശരിക്കും അവരുടെ പുറകിൽ ഒരുപാട് ചാനലുകളും, അതായത് ഇച്ചിരി സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലുള്ളവനൊക്കെ സ്വന്തമായിട്ട് ചാനലുകൾ, കൂട്ടുകാർക്ക് ചാനൽ, ഇവർ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നുള്ളതാണ് ശരിക്കും. എനിക്ക് ഭയമൊന്നുമില്ലാതെ നിങ്ങൾ തന്ത്രപരമായിട്ട് നേരിടുമോ? എനിക്ക് എൻ്റെതായിട്ടുള്ള കഴിവുകൊണ്ട് എനിക്ക് നേരിടാനുള്ള കഴിവുണ്ട്, എനിക്കറിയാം. ഞാൻ അല്ലെങ്കിൽ ഇത്രയും ദൂരത്തിരിക്കണവരുടെ കാര്യങ്ങൾ വരെ ഞാൻ വിഷയങ്ങൾ തീർക്കാൻ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കത് എന്തെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഒരിക്കലും അവരുടെ കളത്തിൽ പോകാറില്ല, അവരെൻ്റെ കളത്തിൽ വരായിരുന്നതാണ്. നിങ്ങൾ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ആരാധിക്കുന്ന ഒരാളാണ്. ആരാണ് ശരിക്കും വിഷ്ണുമായ കുട്ടിച്ചാത്തൻ? നിങ്ങൾ പറയുന്ന വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തി ശിവപാർവതി പുത്രൻ
എന്ന് മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പം ശരിക്കും ശിവപാർവതി പുത്രൻ എന്ന് പറയുമ്പോൾ മുരുകനും ഗണപതിയും മാത്രമേ ഉള്ളെന്നുള്ളൊരു ഇതിലാണ് മിക്കവരും ഉണ്ടായിരിക്കുന്നത്. എല്ലാവരും ശിവനും ഇത് ഇപ്പോൾ മുരുകനും. ഇപ്പോൾ മുരുകൻ എന്ന് പറയുമ്പോൾ പഴനിയിലാണ്, തമിഴ്നാട്ടിലാണ് ഇരിക്കുന്നത്. ഗണപതി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെയായിട്ട് പറയാനായിട്ടുണ്ടോ? നല്ലൊരു ക്ഷേത്രം പറയാനുണ്ടോ ഗണപതിയുടെ? എനിക്കറിയില്ല. ഗണപതിയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചേർത്തലയിൽ ഇപ്പോൾ ഒരെണ്ണം കുളത്തിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. അത് വെച്ച് ആരാധന നടത്തുന്നുണ്ട്. കണ്ടമംഗലം കണ്ടമംഗലം ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഉള്ളിലൊക്കെ ഉണ്ട്. കിഴക്കൻ പ്രദേശങ്ങളിലൊക്കെ മലമ്പ്രദേശങ്ങളിൽ 2-3 ക്ഷേത്രങ്ങളൊക്കെ നല്ലതുണ്ട്. അന്നേരം മൂലസ്ഥാനത്ത് വരുന്നതും ഗണപതി തന്നെ വരുന്നത്. അന്നേരം ശിവനും പാർവതിയും ആദിവാസി സ്ത്രീ, അതായത് ശിവൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ആദിവാസി സ്ത്രീനെ കണ്ട് മോഹിക്കുകയും അതിൽ ആ വേഷം മാറി, അതായത് പാർവതി ദേവിനെ ഉപാദിച്ച് വേഷം മാറി, അങ്ങനെയാണ് വിഷ്ണുമായ എന്ന് പറയുന്ന വിഷ്ണുമായ എന്നുള്ള വേഷം വരുന്നത്. ശിവന്റെ അച്ഛനെ കാണാനായിട്ട് പോകുന്നൊരു അവസരത്തിൽ മഹാവിഷ്ണുവിന്റെ വേഷം ധരിച്ചു വന്നു എന്ന് പറയുന്നുണ്ട് ഐതിഹ്യങ്ങളിൽ പറയുന്നത്. അതായത് നമുക്കത് കേൾക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ചാത്തന്റെ രൂപം എന്ന് പറഞ്ഞാൽ വളരെ സൗമ്യമായിട്ടുള്ള രൂപമാണ്. ചാത്തന് 3 ഭാവങ്ങളുണ്ട്. അതായത് ബന്ധിച്ചിട്ട് കാര്യസാധ്യം നടത്തുന്നതായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് പെരുങ്കോട്ടുമനയിരിക്കുന്ന ഗണപതിനെ കൊടുത്തിട്ട് കല്ലടിങ്കോട് ഗണപതിനെ കൊടുത്തിട്ട് പിന്നെ ചാത്തനെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ചാണ് പെരുങ്കോട്ടുമുന വടക്ക് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ് കാന്താര സിനിമയുടെ അകത്തും കാണിക്കുന്നത്. ഇതിനകത്ത് ശിവനെയാണ് കൊടുക്കുന്നത്. ഒരു പ്ലേറ്റിനകത്ത് ശിവനെ കൊടുത്തിട്ട് ആദിവാസികൾ കൊണ്ടുവന്ന് ചാത്തൻ്റെ കല്ല് കൊണ്ടുവന്ന് വെച്ച് ആരാധിക്കുന്നതായിട്ടുള്ളൊരു ഭാഗം ആ സിനിമയുടെ അത് കാണിക്കുന്നുണ്ട്. ശരിക്കും കേരളത്തിൻ്റെ കഥയാണ് അത്. ശരിക്കും ഇതിൻ്റെ സ്ഥലം കല്ലടിങ്കോട് മലവാരം. ഈ വിഷ്ണുമായ കുട്ടിച്ചാത്തനെ ആരാധിച്ച നമ്മളുടെ കാര്യങ്ങളൊക്കെ സഫലമാകുമെന്ന് പറയുന്നത് സത്യമാണ്. അതായത് നമ്മളൊരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചെന്ന് നടക്കത്തില്ല. നമ്മൾ ഓടിച്ചെന്നിട്ട് കടയിൽ ചെന്നിട്ട് നമുക്കൊരു സാധനം വേണമെന്നും പറഞ്ഞ് ഓടിച്ചെന്ന് ചോദിച്ച ആ ഒരു അനുഗ്രഹമൊന്നും കിട്ടത്തൊന്നുമില്ല. ആ മൂർത്തി എന്ന് പറയുന്നത് ചെറിയപരമായിട്ടുള്ള ചെറിയ മൂർത്തിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വളരെ സൗമ്യപരമായിട്ടുള്ള മൂർത്തിയാണ്. ശരിക്കും നമ്മുടെ ഒരു കൂടപ്പിറപ്പിനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ ഒരു ഭാഗമായിട്ട് കാണുക എന്നാണ്. ആ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ കാര്യസാധ്യം എളുപ്പമാണ്. അല്ലാതെ ഞാൻ കാശ് മുടക്കും, ഞാൻ ഇവിടെ പൈസയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്കവിടെ പൈസയല്ല, പ്രാർത്ഥനാശീലമാണ് അവിടെ വേണ്ടത്. നമുക്ക് രോഗപീഠ ദുരിതം, ആദിവാസി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ വെച്ച് ട്രൈബലിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരുന്നും മന്ത്രവും എന്നാണ്. മരുന്നും മന്ത്രവും കൊണ്ട് എല്ലാം മാറുള്ളതെന്നുണ്ട്. ആ ഒരു മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും തന്ത്രമാണ്. തന്ത്രവും മന്ത്രവും, അതായത് മരുന്ന് ഒരു പച്ചല കരിച്ചാൽ ഒരു ക്ഷീണം മാറ്റാൻ പറ്റും. ഒരു പച്ചല നീര് പിഴിഞ്ഞൊഴിച്ച് ഒരു അസുഖം മാറാൻ പറ്റും. അതാ മൂർത്തിഭാവത്തിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ആദിവാസി, ആയുർവേദ. മനസ്സിലായേ? ഇതിനെല്ലാത്തിനും ഒരു റൂട്ടുണ്ട് ശരിക്കും. അന്നേരം ശരിക്കും ആദിവാസികളുടെ കയ്യിലിരുന്ന് വെച്ച മൂർത്തിയാണ് ശരിക്കും ചാത്തൻ. അതിന് നമ്മൾ പ്രാർത്ഥിച്ചാൽ, അതിന് തന്നെയാണ് കായ്കനികളൊക്കെ കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെ കാശ് കൊടുത്തിട്ടാണ് ഇവർ പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഈ ശബരിമലയിൽ ഇരുന്ന് വെച്ചാൽ ആദിവാസികളുടെ മൂർത്തിയാണ്, അത് ശാസ്താവാണ്. അത് കഴിഞ്ഞിട്ടല്ലേ ഈ പന്തളം കൊട്ടാരവും കാര്യങ്ങളൊക്കെ വന്നത്. ചാത്തനാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ മാളികപ്പുറത്തമ്മ എന്ന് പറയുന്നത് ആരാണ്? കാളിയാണ്. ശബരിമലയിൽ ഇരിക്കുന്ന ചാത്തനാണെന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വീഡിയോയിലൊക്കെ പറഞ്ഞു ഇത് തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും. ഈ കഴിഞ്ഞ ദിവസം നടന്നത് കണ്ട, കുട്ടികൾ ഉൾപ്പെടെ തിക്കും തിരക്കും, ഒരു തുള്ളി കുടിവെള്ളം പോലും കൊടുക്കാനായിട്ട് ആ വഴിയിൽ. അല്ല, ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ അയ്യപ്പൻ്റെ വിഗ്രഹമെന്നാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള അറിവ്. അപ്പോൾ താങ്കൾ പറയുന്നത് അവിടെ ചാത്തനാണ് എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് ശരിക്കും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മൂർത്തിഭാവമാണ് ചാത്തൻ. അത് അത്രയും കഴിവുള്ളതായിട്ടിരുന്നതും രാജഭരണങ്ങളും, അതായത് പടയോട്ടക്കാരല്ലേ, ആ സമയത്ത് ആദിവാസികളിൽ നിന്ന് പിടിച്ചെടുത്ത സാധനം ഇത്. പിടിച്ചെടുത്ത് ഇവർ പന്തളം കൊട്ടാരം പറയണത് ഞങ്ങളുടെ ഏതാണെന്ന്
ഒക്കെ അവർ ബോധ്യപ്പെടുത്തി. ഇതുങ്ങളൊക്കെ ചോദിക്കാൻ ചെന്ന ആദിവാസികളെയൊക്കെ കൊന്നുകളയും. ഇപ്പം തന്നെ അത് വെറുതെ ഒരു മണ്ണെടുത്തെന്നും പറഞ്ഞാൽ പയ്യനെ കൊന്നു കളഞ്ഞതല്ലേ നമ്മുടെ സമൂഹം. എവിടെയാണ് അറിയാം, മധുവിന് ഒരു മണ്ണിൻ്റെ പുറത്ത് അങ്ങ് അമ്പലം മുഴുവൻ കട്ടണ്ട് പോണ്, അതിനേലും വലിയ കൊള്ള നടക്കണം. അതിനൊന്നും ആർക്കും ചോദിക്കാനില്ല. അന്നേരം ഈ സമൂഹത്തിൽ നല്ലതായിട്ടുള്ള, അതായത് കണ്ണൂർ അല്ലേ, കണ്ണൂർ ഞാൻ കണ്ണൂർ പോയിട്ടുണ്ട്. കണ്ണൂർ പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത്, അതായത് അവിടെ പോയത് ക്രിസ്ത്യൻസ്, അതായത് ക്രിസ്ത്യൻസിൻ്റെ വീട്ടിലാണ് പോയത്. അവിടെ കരിങ്കുട്ടി, കരിങ്കാളി പക്ക കമ്മ്യൂണിസ്റ്റുകാർ. ഇവരുടെ മുത്തച്ഛൻ അന്ന് രാഷ്ട്രീയ വഴക്കും കാര്യങ്ങളും നടക്കുന്നതിന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഈ ചാത്തനെ വെച്ച് ആരാധിച്ച്. അവിടെ ശരിക്കും ട്രൈബിൾസാണ് അവിടെ, അതായത് ആ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പോയത്. ട്രൈബിൾസാണ്. അവിടെ ചെന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടാണ്. അവരുടെ കുടുംബത്തിലുള്ളവരൊക്കെ വണ്ടി ഇടിച്ചും തൂങ്ങി വീണ അപകടവും. ഇവിടെ എന്നെ കാണാൻ വന്നവന് 2 കൈയില്ലാത്ത അവസ്ഥയിലാണ് വന്നത്. മലമ്പ്രദേശവും വെള്ളച്ചാട്ടവും, അവരുടെ കോമ്പൂട്ടി കൂടെ വെള്ളച്ചാട്ടം വരെയുണ്ട്. അതിൻ്റെ ഫോട്ടോസൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്. അന്നേരം ഇവർ വെച്ചാരാധന നടത്തി അവരുടെ കാര്യം സാധിച്ച് അന്ന് പാർട്ടിപരമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ ഇവർ ശക്തി പ്രാപിക്കാൻ വേണ്ടിയിട്ട് ചാത്തന വെച്ചാരാധന നടത്തിയാണ് കമ്മ്യൂണിസ്റ്റിൻ്റെ ഒരു ഇത്. അവരുടെ കുടുംബം കമ്മ്യൂണിസ്റ്റാണ്, ഇവിടെ വന്നവരും കമ്മ്യൂണിസ്റ്റാണ്. അന്നേരം ഞാനത് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് കറണ്ട് അടിച്ച് പോയതാണെന്ന് പറഞ്ഞു. എൻ്റെ കൈ രണ്ടും കറണ്ട് അടിച്ച് പോയതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് നീ ഇന്നെ കറണ്ട് അടിച്ച് പോയതല്ല, നീ മരത്തെ കെട്ടി പിടിച്ചപ്പോൾ നിന്റെ കൈ പോയതാണെന്ന് ഞാൻ പറഞ്ഞു. മരത്തെ കെട്ടിപ്പിടിച്ചപ്പോൾ? മരത്തെ കെട്ടിപ്പിടിച്ചെന്ന് പറയുമ്പോൾ കണ്ണൂരുകാർക്ക് ശരിക്കും അറിയാം എന്താണെന്നുള്ളത്. അത് ഞാൻ പ്രത്യേകം ബോധിപ്പിക്കണില്ല. മരത്തെ കെട്ടി അന്നേരം അങ്ങനെ സംഭവിച്ചാണ്. അതെന്തോ ആയിക്കോട്ടെ, കറണ്ട് അടിച്ചാണെന്നുള്ള വിശ്വാസവും അവരൊരു വിശ്വാസവും കാര്യങ്ങളും. അന്നേരം അത്ര മൂർത്തിഭാവം ഉള്ളത് മൂർത്തിനെ ഞാൻ ഒഴിവ് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നതാണ്. അതായത് ഇവിടുന്ന് 10 മണിക്കൂർ തോട്ടം ഉണ്ടായിരുന്നു, ചേർത്തലയിൽ നിന്ന് 10 മണിക്കൂർ തോട്ടം. ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ എടുത്ത് ഇപ്പം പക്കയായിട്ട് അവർ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അത് നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയി. ഈ പൊതുവെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുമ്പോൾ ദൈവവിശ്വാസമില്ല, നിരീശ്വരവാദികളാണ് എന്നൊരിതുണ്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലാണ് ഇതുപോലെ വെച്ചാരാധന ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ എല്ലാ കമ്മ്യൂണിസ്റ്റും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പുറത്ത് കാണുന്ന കുറച്ച് പേർക്ക് മാത്രമേ വിശ്വാസമില്ലാതെ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം നമ്മൾക്ക് കാണാനും വിളിക്കാനും ഉള്ളവരൊക്കെ ആൾക്കാരുണ്ട്. ഈ പ്രധാനപ്പെട്ട നമ്മൾ ഈ മീഡിയയിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എത്രയോ പേര് ഈ ഇലക്ഷൻ സംബന്ധിച്ച് എത്രയോ പേര് എൻ്റെ അടിക്ക് വന്നിട്ടുണ്ട്. പഞ്ചായത്ത് ഇലക്ഷൻ സംബന്ധിച്ച് പല ആൾക്കാർ അങ്ങനെ പേര് പറയാൻ പാടില്ലല്ലോ. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ വന്നിട്ടുള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരും മറ്റു പാർട്ടിക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതങ്ങനെ പറയാൻ പാടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മോശമല്ലേ നമുക്ക്. അപ്പൊ പുറമെ ഇവര് നിരീശ്വരവാദി, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ അമ്പലങ്ങളൊക്കെ മുഴുവൻ പൂട്ടിക്കളഞ്ഞിട്ട് അമ്പലം പള്ളികളൊക്കെ മൊത്തം പൊളിച്ചു കളഞ്ഞ് അവിടെ വേറെ എന്തെങ്കിലും പണി തുടങ്ങാൻ പറ്റുന്നു. എന്തുകൊണ്ടാണ് ഇതിന് മാത്രം അമ്പലം വന്നത്, അല്ലെങ്കിൽ പള്ളികൾ വന്നത്? ഈ വിശ്വാസങ്ങളും ചാത്തന വിശ്വാസങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. മുസ്ലിം പരമായിട്ട് ഏതെങ്കിലും രീതിയിൽ വിശ്വാസങ്ങളെ കുറിച്ചൊന്ന് അങ്ങാട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ ക്രിസ്ത്യൻ പരമായിട്ട് ചോദിക്കാൻ ചെന്നിട്ടുണ്ടോ? എന്തുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ കടമറ്റത്ത് തന്നെ ആയിരിക്കണം, കടമറ്റത്ത് ചാത്തനായിരിക്കണം. കടമറ്റം പള്ളിയിൽ കടമറ്റത്ത് ചാത്തസേവയായിരുന്നു. സാത്താസേവ അല്ല, ചാത്തസേവ. അവിടെ ഇപ്പോഴും അതിൻ്റെ ബാക്കി പതിപ്പ് ഇപ്പോഴും ഗുരുതിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലേ ഇതൊക്കെ അന്ധവിശ്വാസങ്ങൾ. അവിടെ നടക്കുന്നത് വെച്ചാൽ ഗുരുതിയും കാര്യങ്ങളൊക്കെ, കോഴിക്കുരുതിയും കാര്യങ്ങളും തേങ്ങ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, പട്ടും തേങ്ങയൊക്കെ. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് അവിടെ കാര്യസാധ്യത്തിന് വരില്ല. ഇതന്നെ ട്രൈബൽസ് പരമായിട്ട് ശരിക്കും കോഴിക്കുരുതി അതിൻ്റെ ആവശ്യമില്ലെന്നുള്ള പേടിപ്പെടുത്തുക. അതിനകത്ത് ബന്ധിച്ചിട്ടിരിക്കുക, ആ കിണറ്റിൽ ബന്ധിച്ചിട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, ബന്ധിച്ചിട്ടിരിക്കുന്ന മൂർത്തികൾക്കാണ് ഭീതിപ്പെടുത്തേണ്ടി വരുന്നത്. ഇപ്പൊ കടമുറ്റത്ത്, എറണാകുളം കടമുറ്റത്ത് പള്ളിയിൽ ഇപ്പോഴും ചാത്തൻ സേവയുണ്ടെന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. ഞാനവിടെ പോയതല്ലേ, ഒരു വലിയ നാളൊന്നും ആയിട്ടില്ല പോയിട്ട്. ഞാനത് പോയി കണ്ടിട്ട് പോകുന്നതാണ്. അതായത് ഞാൻ വിശ്വസിക്കുന്ന ഒരു മൂർത്തി അവിടെ ഉണ്ടെങ്കിൽ ആ മൂർത്തിഭാവത്തിൻ്റെ അടുത്ത് ഞാൻ പോകും. എനിക്കത് കാണണം, എന്താ ചെയ്തിരിക്കണം എന്നുള്ളത്. ഞങ്ങൾ ബന്ധിക്കാത്ത മൂർത്തികളാണ്. അവിടെ എന്താ ഉള്ളത്?
അവിടെ ബന്ധിച്ചിട്ടിരിക്കണം, കിണറും ബന്ധിച്ചിട്ടിരിക്കണം, മൂർത്തിനെ ബന്ധിച്ചിട്ടിരിക്കണം. നേരത്തെ അതിനകത്ത് കോഴീനെയൊക്കെ കൊന്നിടുവായിരുന്നു എന്നൊക്കെ പറയണേ. ഇപ്പൊ മൊത്തം ഗ്ലാസ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ബന്ധിച്ചിട്ട് എന്താ പ്രശ്നം? ബന്ധിക്കുമ്പോൾ നിന്റെ മുമ്പിൽ വെച്ചിട്ട് ബന്ധിച്ചിട്ടിരിക്കുന്നത്, ഇപ്പൊ നിന്നെ കെട്ടി വെച്ചിട്ട് നിന്റെ മുമ്പിൽ വെച്ച് കോഴീനെ കണ്ടിച്ച് കാണിക്കണേ, നീ പേടിക്കും. നീ പറയണെന്ന് ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് നീ ആ കാര്യം ചെയ്യാൻ തയ്യാറാണ്. അതാണ് ബന്ധിച്ചിട്ട് പേടിപ്പിക്കുക എന്ന് പറയുന്നത്. നമുക്ക് ബന്ധനം ഇല്ല, നമ്മുടേത് ബന്ധിക്കാത്ത മൂർത്തിയാണ്. ബന്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ നിൽക്കുന്നിടത്ത് വരും. ഇപ്പൊ ഇവിടെ എനിക്ക് ഇവിടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് ആവും. നിങ്ങളുടെ മേത്ത് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ മൂർത്തിഭാവം പ്രവേശിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പ്രേതബാധനെ പ്രവേശിപ്പിക്കണമെങ്കിലും പ്രവേശിക്കാൻ പറ്റും എൻ്റെ മുമ്പിൽ നിന്ന്. നേരത്തെ നിങ്ങൾ പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റുകാർ പുറമേ നിരീശ്വരവാദികളാണെങ്കിലും നിങ്ങളടുത്ത് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പുറമേ നിരീശ്വരവാദികളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഏറ്റവും കൂടുതൽ ക്ഷേത്രത്തിന്റെ തലപ്പത്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ? അതെ അല്ല അല്ല, ഈ പുറമേ നിരീശ്വരവാദികളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞു. ഈ പുറമേ അങ്ങനെ പറയുന്ന ആളുകൾ അത് കുറച്ച് പേര് മാത്രമേ അത് കുറച്ച് പേര്, അതായത് കുറച്ച് പേര് വിശ്വാസികൾ തന്നെയാണ്. അത് പുറത്ത് പറയാനില്ല. എല്ലാവരും വിശ്വാസികൾ തന്നെയാണ്. അവർക്കൊരു വേദന വന്നാൽ അവർ ഓടി വരും. നേരത്തെ നമ്മൾ ശബരിമലയുടെ കാര്യം പറഞ്ഞു. ശബരിമലയുടെ കാര്യം പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞു ശബരിമലയിലെ നെയ്യൊന്നും അത്ര നല്ലതല്ല, അല്ലെ ശബരിമലയിലെ നെയ്യ് അനാവശ്യമായി അവർ മറച്ചു വെക്കുകയാണ്, അവിടുത്തെ ദേവസ്വം കച്ചവടക്കാരാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? മുഴുവനും കച്ചവടക്കാരാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയാം? അതായത് അവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവസ്വം എന്ന് പറയുന്ന ദേവസ്വം എന്തിനാണ് ഉണ്ടാക്കിയതിനെ കുറിച്ച് അറിയാമോ? ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആണ്. അതായത് നടക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ക്ഷേത്രങ്ങൾക്ക് ക്ഷയിച്ചു കഴിഞ്ഞാൽ ആ ക്ഷയിച്ച ക്ഷേത്രങ്ങൾക്ക് ക്ഷയമില്ലാത്ത നല്ല രീതിയിൽ സമ്പാദ്യമുള്ള ആ പൈസ കൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പം അതല്ല, ക്ഷേത്രതന്ത്രിമാർ തൊട്ട് അതിനെ അടിച്ചു നോക്കുന്ന ആള് വരെ കട്ടും പൊട്ടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുക ശബരിമല. അതെന്താണെന്നറിയാമോ? സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് അല്ലാത്തത് കൊണ്ടാണ്. അല്ല, നെയ്യിനെ കുറിച്ച് നിങ്ങൾ എന്താ? നെയ്യിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന നെയ്യ് കുംഭകോണം തന്നെ നടക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ 5 ലക്ഷം 6 ലക്ഷം രൂപയുടെ, ഞാനത് നേരത്തെ പറഞ്ഞു, നെയ്യ് ക്രമക്കേടുണ്ട് അവിടെ. നെയ്യ് ശരിക്കും പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ നെയ്യ് പുറത്ത് വിൽക്കേണ്ട കാര്യങ്ങളോ ഇല്ല. വേണ്ട, അവിടെ അടിക്കുന്ന ഒരു തേങ്ങ വരെ വിൽക്കുകയാണ് അവിടെ, അറിയോ? പൊട്ടിത്തെറിച്ച് പോകുന്ന ചിരട്ട വരെ വിറ്റ് കാശ് മേടിക്കും. അവിടെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതായിട്ടുള്ളത് തേങ്ങയല്ല, ശർക്കരയും ഈ ഇതിനകത്ത് ചേർക്കാനുള്ള വല്ല ഏലക്കായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രമേ അവിടുന്ന് പുറത്തുനിന്ന് മേടിക്കേണ്ടതായിട്ടുള്ളൂ. അരി കൊണ്ടുവരുന്നുണ്ട്, ഒരു കെട്ടുമുറുക്കി കൊണ്ടുവരുന്ന കെട്ടിനകത്ത് അരിയുണ്ടാവും, തേങ്ങയുണ്ട്, നെയ്യുണ്ട്. ഒരു പായസം ഉണ്ടാക്കാനായിട്ട് അവിടുത്തെ പായസത്തിന് എന്തെല്ലാം സാധനം വേണം? നെയ്യും തേങ്ങയും ശർക്കര ഉണ്ടെങ്കിൽ പായസമായി, പിന്നെ ഏലക്കായും. അതിന് ഏലക്കായുടെ അകത്ത് തന്നെ ക്രമക്കേട് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിന് മുമ്പ് ഉണ്ടാക്കുക. അവിടെ കൊണ്ടുവരുന്ന എല്ലാം ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസ എഴുതി മേടിച്ചിട്ട് ലോ ക്വാളിറ്റി അവിടെ കൊടുക്കണം എന്നുള്ളതാണ്. അവിടെ നടക്കുന്ന കച്ചവടക്കാർ, പമ്പയിലും എരുമേലിയിലും നടക്കുന്നതായിട്ടുള്ള കച്ചവടക്കാർ വരെ ശരിക്കും പറഞ്ഞാൽ കച്ചവടക്കാർ ലക്ഷങ്ങളാണ് മേടിച്ചിരിക്കുന്നത്. അതെങ്ങനെ മേടിച്ചിരിക്കണമെന്നതിന് കൂടെ പഠിക്കണം നമ്മൾ. ഒരാൾ ലേലം വിളിക്കും, എന്നിട്ട് ഒരു 10 പേർക്ക് മറിച്ച് 1 ലക്ഷം രൂപയ്ക്ക് ചിലപ്പോൾ തറവാടകക്ക് കൊടുക്കേണ്ട സ്ഥലം വേറൊരുത്തൻ്റെ കയ്യിൽ അവസാനം ഒരു കടക്കാരൻ്റെ കൈ വരുമ്പോൾ അതിന് 10 ലക്ഷം രൂപയായി. ഇതിനിടക്ക് 9 ലക്ഷം രൂപയും തട്ടിപ്പ്. ശബരിമലയിൽ അപ്പം നടക്കുന്ന മുഴുവൻ തട്ടിപ്പാണോ? തട്ടിപ്പ്. അത് തീർത്തും പറയാം. അത് വേണമെങ്കിൽ നിങ്ങൾ ലൈവ് ഞാൻ അവിടെ നിൽക്കുന്ന കടക്കാർ. അപ്പോ ദേവസ്വമാണോ സർക്കാരാണോ പറ്റിക്കുന്നത്? രണ്ടുപേരും കൂട്ടി തീർന്നല്ലേ ഇങ്ങനെ. ദേവസ്വം ആരാണ് ശരിക്കും?
ശരിക്കും ദേവസ്വം അല്ല അത് കൊടുക്കേണ്ടത്. അത് ശരിക്കും കൊടുക്കേണ്ടത് ശബരിമല കൊടുക്കേണ്ടത് ഒന്നെങ്കിൽ കേന്ദ്ര ഭരണം വന്നോന്നാണ് ഞാൻ പറയണം. കേന്ദ്ര ഭരണം അവിടെ മുഴുവൻ ഭരണം എന്നാൽ കുറച്ചുകൂടെ പറ്റിക്കാൻ പറ്റുന്നതാണ്. ഇല്ല, തൊടാൻ പറ്റിയല്ല, എല്ലാത്തിനും കണക്ക് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ കോടതി നേരിട്ട് നടത്തണം. കണക്ക് ഇപ്പൊ എന്താ കോടതി ഇടപെട്ടത് കൊണ്ടല്ലേ ഇപ്പൊ കുറെ കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടിരിക്കുന്നത്. കോടതി എടുക്കണമായിട്ടുള്ള കോടതിപരമായിട്ട് ഹൈക്കോടതിപരമായിട്ട് അതിന് അവിടുത്തേതായിട്ടുള്ള ആൾക്കാരെ വെച്ച് എല്ലാത്തിനും കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കൊള്ളയും നടക്കുകയില്ല. പഴനിയിലെന്ന് പറഞ്ഞാൽ നടന്നു പോകാൻ അവിടെ സംഭവിക്കുകയില്ല. ഞാൻ ഇതുവരെ പോയിട്ടില്ല. പോണമെന്ന് ആ ഏരിയ മുഴുവൻ അടിച്ച് തൂക്കാനായിട്ട് ആൾക്കാർ, വൃത്തി എന്ന് പറഞ്ഞാൽ അടിച്ച് തൂത്ത് നല്ല വിധേയമായിട്ട് സൂക്ഷിക്കുന്നത്. അതിൻ്റെ സൗന്ദര്യവും പൈതൃകപരമായിട്ടുള്ളതും ആ ചെയ്തിരിക്കുന്ന ബിൽഡ്, അതായത് പഴയ ബിൽഡ്, ഒന്നിനും ഒരു പെയിന്റ് അടിച്ചൊരു മറച്ചിട്ടില്ല. ഒറിജിനാലിറ്റി. അതായത് നടന്നു വരുമ്പോൾ ബാറ്ററി വണ്ടി, കാറ് പോലത്തെ, ബസ് പോലത്തെ വണ്ടികളുണ്ട്. അതിൽ വിളിച്ചു കയറ്റിയാണ് കൊണ്ടുപോകണം. അവരെ നടക്കാൻ പോലും സമ്മതിക്കണില്ല. നിങ്ങൾ പടി കയറണം മാത്രം നടന്നു. പഴനിയിലെ ദേവസ്വത്തെ കണ്ട് ശബരിമല ദേവസ്വം പഠിക്കണം എന്നാണോ? പഴനിയിലെ ദേവസ്വം വന്ന് അതിൻ്റെ ഒരു ദിവസത്തെ കണ്ടു പഠിച്ചാൽ മതി. അതായത് ശരിക്കും പറഞ്ഞ പഴനിയിലെ ദേവസ്വത്തിനെ വേണമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അവരാണ് സമ്മതിക്കേണ്ടത്. അത്രക്ക് വൃത്തിയായിട്ടും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിവുള്ളത്. ശരിക്കും ശബരിമല അവരുടെ കയ്യിലിരുന്നെങ്കിൽ ഇത് പൂങ്കാവനാണ്. ശബരിമല തമിഴന്മാരുടെ കയ്യിൽ കൊടുത്തിരുന്നെങ്കിൽ ഈ ഗുരുവായൂർ ദേവസ്വത്തിന് ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അത് ആട്യത്തല്ല. ആട്യത്തം എന്ന് വെച്ചാൽ ആട്യത്തം എന്ന് പറഞ്ഞാൽ അവർ വലിയ ആൾക്കാരാണല്ലോ. സാധാരണ ആൾക്കാർക്ക് ഒരു വിലയും കൊടുക്കാത്ത സ്ഥലം. ഈ അഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ അവിടെയും കൊള്ള നടക്കുന്നുണ്ടല്ലോ. അവിടെ ദേവസ്വം കൊള്ള തന്നെ. ഇത്ര ശബരിമലയുടെ അത്ര ശബരിമല വെച്ച് കഴിഞ്ഞാൽ കിട്ടണമെന്ന് വാരിക്കൊണ്ട് ഓടി അറിയില്ലെന്നാണ് വിചാരിച്ചത്. ചാത്തൻ്റെ കയറി തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും.